വീടുകളെ പ്രാർത്ഥന, പൂജ എന്നിവയിലൂടെ പരിശുദ്ധമാക്കാം. എന്നാൽ അതൊരു ക്ഷേത്രം പോലെയാകില്ല. അനേകായിരങ്ങളുടെ വിശ്വാസം കേന്ദ്രീകരിക്കപ്പെട്ട വിഗ്രഹം, അനേകായിരങ്ങളുടെ ശ്വാസോച്ഛ്വാസം പൊഴിക്കുന്ന അന്തരീക്ഷം, കാലപ്പഴക്കത്തിൻ്റെ ഗരിമ, തലമുറകളുടെ പ്രയത്നം, ഇതെല്ലാം ഒരു ക്ഷേത്രത്തിലേ ഉണ്ടാകുകയുള്ളൂ. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. പ്രൗഢമായ തിരുവിതാംകൂർ ചരിത്രത്തിന്റെ സ്മാരകമായി നിലനിൽക്കുന്ന കരിങ്കൽ കോട്ടയും കമാനങ്ങളും, കോട്ടയ്ക്ക് നടുവിൽ അനന്തപത്മനാഭൻ പള്ളി കൊള്ളുന്ന മഹാക്ഷേത്രം, ചുറ്റുപാടും ചിതറിക്കിടക്കുന്ന പഴയ കൊട്ടാരങ്ങളുടെ തിരിശേഷിപ്പുകൾ. പത്മനാഭസ്വാമി ക്ഷേത്രം രാജാക്കന്മാരുടെ സ്വകാര്യ ആരാധനാ ക്ഷേത്രമായിരുന്ന കാലത്ത് തികച്ചും സ്വാതന്ത്ര്യത്തോടെ സാധാരണക്കാരായ ഭക്തജനങ്ങൾ ആരാധിച്ചിരുന്ന അനേകം ക്ഷേത്രങ്ങൾ അതിനു ചുറ്റുമായി ഉണ്ടായിട്ടുണ്ട്. അത്തരം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരവിപേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏതാണ്ട് 800 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് വിശ്വാസം. പടിഞ്ഞാറേ കോട്ട വാതിൽ കടന്ന് പുറത്തിറങ്ങി വലത്തോട്ട് നടന്നാൽ ചെമ്പകശ്ശേരി പെരുന്താന്നി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്താം. കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ വട്ടക്കെട്ട് ശ്രീകോവിലോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും ചതുർബാഹുവും ശംഖചക്രധാരിയുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുമായാണ് സാദൃശ്യം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും വിഷ്ണുവാണ് അകത്ത് പ്രതിഷ്ഠയായിട്ടുള്ളത്. ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ ഉള്ളത്. സന്താന ഗോപാലകൃഷ്ണനായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ചതുർബാഹു മഹാവിഷ്ണു പൂജയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന് തൃക്കൈ വണ്ണ, കദളിപ്പഴം, വെണ്ണ തുടങ്ങിയ നേദ്യം, പാൽപ്പായസ നിവേദ്യം, ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ലഡ്ഡു സമർപ്പണം, ഇങ്ങനെ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ആരാധിച്ചിരുന്നത് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വന്ന് ആരാധിച്ച് പുത്രസൗഭാഗ്യം ലഭിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ശ്രീ ഇരവിപേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീധര കേശവ രാധാരമണ, ശ്രീധര കേശവ രാധാരമണ, മാധവ മാമവ ദേവ. ഗണപതി, അയ്യപ്പൻ, ശിവഭൂതം, നാഗർ എന്നിവയാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ. ഇവിടുത്തെ പ്രധാന ഉപദേവകളെന്ന് പറയുന്നത് ശ്രീ മഹാഗണപതിയും ശ്രീ അയ്യപ്പനും നാഗരും അതോടൊപ്പം തന്നെ പഞ്ചഭൂതങ്ങളുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രഹ്മരക്ഷസും ഇവിടെ ഉണ്ട്. പ്രധാന വഴിപാടായിട്ട് പറയുന്നത് പന്തീരാഴി സദ്യയാണ്. നമ്മുടെ ഈ ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ ഭഗവാന് പന്തീരാഴി സദ്യ നൽകി നേദ്യം നൽകുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നതിൽ പ്രധാന ഒരു നേദ്യമെന്ന് പറയുന്നത്. അഷ്ടമിരോഹിണി വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നുവെങ്കിലും 8 ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുനി ഉത്സവമാണ് പ്രധാനം. ഉത്സവത്തോടനുബന്ധിച്ച് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭനോടൊപ്പമാണ് എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. തിരുവോണ നക്ഷത്രത്തിൽ തുടങ്ങി ഉത്തര നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ഉത്സവമാണ് നടക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോടെ ആറോട്ടിനനുബന്ധിച്ച് നമ്മുടെ ദേവനും ശ്രീ ശംഖുമുഖം ദേവി കടവിൽ
ആറാട്ടിന് കുടിയാറാട്ട് നടത്തുന്ന ദേവനാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്നെ എട്ടര കരയോഗത്തിൽ ഒന്നാം സ്ഥാനിയായിട്ടുള്ള പൂവക്കര മഠം വകയായിട്ടുള്ള ക്ഷേത്രമാണിത്. കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ. പഴയകാല താളിയോല ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. സന്താനഭാഗ്യത്തിനും രോഗശമനത്തിനും വിവാഹത്തിനുമായിട്ടെല്ലാം ഈ ക്ഷേത്രസന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കുന്നവർ നിരവധിയാണ്. രാജഭരണകാലത്തിൻ്റെ പഴമയും പ്രതാപവും ഇന്നും ഈ ക്ഷേത്രാങ്കണത്തിൽ തങ്ങി നിൽക്കുന്നു. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ ദിവ്യരൂപം.